At the southern tip of India is what is popularly anointed as God's own country, Kerala, with its myriad hues, tradition and culture, boasts of the highest literacy rate in India. Kerala's ancient temples and elephantine rituals blend with the emphasis on education, which ensures that the heritage of religious and cultural teachings are handed down to a younger generation along with the social and political relevance of the times. The culture of Kerala that evolved through the Sanskritization of Dravidian ethos undergoes constant reforms developed by an assimilation of various faculties of civilized lifestyle. Kerala belongs to the first world when it comes to news consumption. It publishes 2 of the top 10 dailies with the highest circulation in India, the Malayalam Manorama and the Mathrubhumi, each crossing a daily readership of nearly 1 million. Former Indian President APJ Abdul Kalam distributed newspapers as a 10-year-old in Tamil Nadu. Here in Thrissur, we track down India's longest-serving newspaper boy, C.A. Rappai, with an unbroken tenure of 60 years. ഞാൻ 20 വയസ്സിൽ പത്രപ്പണി തുടങ്ങി. പത്രപ്പണി തുടങ്ങാനുള്ള കാരണം എനിക്ക് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഞാനൊരു പീഡിയയിലായിരുന്നു ജോലിയായിട്ട് നിന്നിരുന്നത്. ആ ജോലിയിൽ നിന്ന് ഒഴിവായി എനിക്ക് വേറെ ജോലി ഇല്ലാണ്ടായപ്പോൾ പത്രപ്പണിയിൽ ചെന്നപ്പെടുകയാണ്. പത്രത്തിൻ്റെ ഏജൻസി എടുത്ത് അത് നടത്താൻ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് പത്രപ്പണിയിൽ വരുമ്പോൾ അന്ന് മെയിനായിട്ടുള്ള പത്രം മലയാളം എക്സ്പ്രസ് ആയിരുന്നു. അതിൻ്റെ കൂടെ മാതൃഭൂമി ഉണ്ടായിരുന്നു, മനോരമ ഉണ്ടായിരുന്നു, DB ഉണ്ടായിരുന്നു. Newspaper reading is the genetic makeup of a Keralite. The newspaper boy is probably the first face visible when you wake up. ആ പത്രം 3:30 മണിക്ക് തുടങ്ങിയാൽ തൃശ്ശൂർ 4 മണിക്ക് ചെല്ലും. അവിടുന്ന് 4:30 4:45 അവിടുന്ന് പുറപ്പെട്ടാൽ 9 മണി വരെ സൈക്കിൾ കെട്ടണം. ഉദ്ദേശം ഒരു 50 കിലോമീറ്ററോളം ഞാൻ സൈക്കിൾ കെട്ടിയിട്ടാണ് 30 കൊല്ലകാലം ഈ പത്രം ഇട്ടിരുന്നത്. It all looks lyrical to the beholder. The classic newspaper shop round the corner, papers stacked up in tea shops, and men trickling in to get their morning fix. അപ്പോൾ രാവിലെ ഒരു 3 മണിക്ക് ആരംഭിച്ചാൽ ഒരു 6 മണിയോട് കൂടി തീരുന്ന ഒരു പരിപാടിയാണ് ഈ പത്രവുമായിട്ടുള്ള അതിൻ്റെ വിതരണം. അപ്പോൾ ആദ്യകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. അതോടൊപ്പം തന്നെ പിന്നെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന അന്ന് സ്പോർട്സാണ്. ക്രിക്കറ്റിനോടും മറ്റൊക്കെ ഭ്രമം തുടങ്ങിയിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പം അങ്ങനെ സ്പോർട്സിൻ്റെ വാർത്ത അത് മുഴുവൻ വായിക്കും. ഒരിക്കലല്ല, ചിലപ്പോൾ 2-3 തവണയൊക്കെ വായിച്ചു. പിന്നീടാണ് 1975 കൂടിയിട്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തോന്നി തുടങ്ങിയത്. അതിനൊരു പ്രധാന കാരണം ആ കാലത്ത് ഇന്ത്യയിൽ സംഭവിക്കരുതാത്തതായിരുന്ന അടിയന്തരാവസ്ഥ സംഭവിച്ചുകൊണ്ടാണ്. അപ്പം അതോട് കൂടിയിട്ടൊരു പൊളിറ്റിക്കൽ മാൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. പത്രം ഇട്ട് സാധാരണ 9 മണിയോടുകൂടി വീട്ടിൽ മടങ്ങി വരും. വീട്ടിൽ മടങ്ങി വന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഭക്ഷണം കാലത്ത് കഴിക്കും. ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഏറ്റ് വീണ്ടും അന്നത്തെ കാലത്ത് പത്രത്തിൻ്റെ പൈസ സാധാരണ പല വീട്ടുകാരും പീഡികാരും അമ്മാന്ന് മേടിക്കണം. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് സാധാരണ സൈക്കിളിന്മേൽ വീണ്ടും പുറത്തേക്ക് പോകും. ഈ പൈസ തരാനുള്ള വീടുകളിലല്ലേ അന്നാന്ന് പോയി മേടിക്കണം. അത് പോയി മേടിച്ച് മടങ്ങി 7 മണിയാകുമ്പോഴേക്കും മടങ്ങി വരും. 7 മണിക്ക് മടങ്ങി വന്നാൽ വീട്ടിൽ വന്നാൽ കുളിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തിക്കാറുള്ള പ്രാർത്ഥന എത്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് 9:30 മണിയാകുമ്പോൾ കിടക്കും. കിടന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 3:30 മണിക്ക് എനിക്കും 3:30 മണിക്ക് ഏറ്റാൽ 3:45 വീട്ടിൽ നിന്ന് സൈക്കിളെടുത്ത് പുറത്തേക്ക് പോകും.
അന്ന് പത്രത്തമ്മ പോയിരുന്ന 25-30 കൊല്ലത്തോളം സൈക്കിളായിരുന്നു. അപ്പോൾ ഒരു 60 കിലോമീറ്ററോളം നല്ലോണം സൈക്കിളിൽ ചവിട്ടണം. ആ സൈക്കിൾ ചവിട്ട് 30 കൊല്ലത്തോളം സൈക്കിൾ ചവിട്ടിയിട്ട് തന്നെയാണ് ഞാൻ പത്രം ഇടാൻ പോയിരുന്നത്. ആ പത്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. Morning around 6:37. On our veranda, we would get about 7 papers. There's a particular way to kind of. There'll be a big mother paper, other papers will be inside. It'll be rolled in a particular way so that it will sails that comes thudding on your floor. So the man who used to deliver those papers' name was Balakrishna. He was a very nice guy because every month end he would come to collect the money. He knew my father, and he had a very mischievous smile, and the tongue was always, for some reason, on his cheeks. So he would smile in a particular way without talking much, because as if he knew everything, just because he was delivering the news. Literacy, political consciousness, urban penetration, history, sociology, and even geography play a role in the dominance of newspapers. The headlines continue to prick the interest of people, and it is unlikely that they remain unaffected. പത്രങ്ങൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് അപ്പം തന്നെ ആ പത്രത്തിൻ്റെ ഹെഡിങ് നോക്കും. അത്രയ്ക്ക് മാത്രമേ വായിക്കാൻ ആ സമയത്ത് പറ്റുള്ളൂ. അല്ലാണ്ട് അതിനുശേഷം പത്രം നീർത്താന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ചെയ്യാറില്ല. അതായത് പത്രം നീർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ നഷ്ടപ്പെടും. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പത്രം കമ്പനിക്കാരെ അടിച്ചു തരുന്ന അതേന്നല്ല ഹെഡിങ് ഒന്ന് നോക്കുക, അത്രയ്ക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. പലരൊക്കെ ചോദിക്കാറുണ്ട്. അവരോടൊക്കെ പറയും, നിങ്ങൾ പത്രം വായിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മതി, എനിക്കത് പറഞ്ഞു തരാനായിട്ടോ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ എനിക്ക് സമയമില്ല. എത്രയും വേഗം എനിക്കിത് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ചെറിയ വിഷമങ്ങൾ സാധാരണ നിലയിൽ ഈ വലിയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ 2 ആൾ, അതുപോലെ തന്നെ ഇപ്പോൾ കെനഡി നല്ല ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ അന്നത്തെ കാലത്ത് നെഹ്റു, അത് പറയാണ് നെഹ്റു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മരിക്കാവുന്ന ഒരു മാനസിക വിഷമം നമുക്ക് വരാറുണ്ട്. അതിപ്പോൾ അതുകൊണ്ട് പേരിൽ വിഷമിച്ച് ഇടാണ്ട് തിരിക്കുക നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. Thrissur, the cultural capital of Kerala, has one of the largest temple festivals, the Pooram, a carnival to behold that attracts people from all over the globe. തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടിൽ അപകടങ്ങളും കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പത്രത്തിൽ ന്യൂസ് എഴുതി പോരുമ്പോൾ പല ആൾക്കാരും വഴിയിൽ നിന്ന് ചോദിക്കും, എത്ര ആൾ മരിച്ചു, എത്ര ആൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്, പല കാര്യങ്ങളും ഞങ്ങളോട് ചോദിക്കും. ആ ചോദിക്കുന്നതിനൊന്നും ഞങ്ങൾ സാധാരണ ഞാൻ മറുപടി പറയാറില്ല. ഞാൻ പറയും, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പത്രം വായിക്കി, അപ്പോഴേ വിവരം. എനിക്ക് നിങ്ങളോട് പത്രം പറഞ്ഞു അതിൽ എഴുതിയിട്ടുള്ള ഉത്തരങ്ങൾ ഇതിൻ്റെ ആൾക്കാരെ എണ്ണം പറഞ്ഞു തരാനായിട്ട് സമയമില്ല. Kerala records India's highest performance in newspaper consumption, an average of 4 newspapers for every 1,000 people. പത്രം വിതരണം കഴിഞ്ഞു വന്നതിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് പത്രം വായിക്കാറ്. ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും പത്രം വായിക്കാതെ എനിക്ക് ഒരു ദിവസം പോലും കിടക്കാൻ പറ്റില്ല. അല്ല, നമ്മൾക്ക് കിടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരു പത്രത്തിൽ നിന്നാണ് എല്ലാ ന്യൂസുകളും ഞാൻ അറിയുന്നത്. ഒരു കാരണവശാലും ടിവിയോ റേഡിയോന്നോ ന്യൂസ് കേൾക്കാറില്ല. പത്രം വായിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. Without the news boy, we don't have a newspaper, right? Because around 2 o'clock or 3 o'clock, maybe sometimes even a special news day, even 4:35, when the newspapers come out of the press, the most vital link between the rarefied atmosphere of the newspaper office and news is actually news boy, right? Now also, of course, you have news boys. They all look to me very elderly gentlemen now for some reason, and they do not deliver the news with the same cheer, you know. Because morning they deliver the news, they go for other jobs. മെയിനായിട്ട് താഴെയുള്ള മൻ ഇപ്പോൾ പത്രം അവനാണ് കൊണ്ടു നടക്കുന്നത്. എങ്കിലും അവൻ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം
ഇപ്പൊ അവന് 48 വയസ്സായി. 14 വയസ്സ് തൊട്ട് അവനും ഈ പത്രപ്പണിയിൽ സജീവമാണ്. ഇപ്പൊ മെയിനായിട്ട് പത്രത്തിന്റെ പണി കൊണ്ടു നടക്കുന്നത് താഴെയുള്ള മകനാണ്. അതെല്ലാം പത്രപ്പണിയിൽ നിന്ന് കിട്ടുന്ന ആ പൈസ കൊണ്ടും അവൻ കോളേജിൽ പോയി പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 2 പണി ഇല്ലാണ്ട് അവന് ജീവിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു തൊഴിൽ കിട്ടണം. വേറെ തൊഴിൽ ഇപ്പോഴത്തെ അവനും ഏതാണ്ട് 48 വയസ്സായി. ഈ 48 വയസ്സിൽ ഇനി വേറെ തൊഴിൽ കിട്ടാന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ഈ തൊഴിൽ അവനെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മാരെ തന്നെ പോവാൻ പറ്റാവുന്നിടത്തോളം കാലം അവൻ പോയിട്ട് ഈ തൊഴിൽ അവൻ അവസാനിപ്പിക്കുള്ളൂ. അതുവരെ അവൻ തന്നെ പോകണം. പത്രം ഇടുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു ഞങ്ങളുടെ പത്രം ഇടുന്നതിൻ്റെ ഒരു എതിരാളിയായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് മഴയാണ്. വേറെ ഇപ്പോൾ മഞ്ഞുണ്ടായാലും ഇതുവരെ നമ്മുടെ കേരളത്തിലോ പ്രത്യേകിച്ച് തൃശ്ശൂരോ മഞ്ഞിൻ്റെ ഒരു ആലോയം കൊണ്ട് നമ്മളൊരു കാരണവശാലും പത്രം ഇടാനായിട്ട് ഒരു വിഷമം തോന്നിയിട്ടില്ല. മഴ വന്ന് പെട്ടാൽ യാതൊരു രക്ഷയില്ല. മഴ കൊണ്ട് പോകാന്നാൽ 10 വീട്ടിൽ സൈക്കിൾ മുന്നേ ഇറങ്ങി കയറുമ്പോഴേക്കും നമുക്ക് ബലമില്ലാതെ തുടങ്ങും. മഴയത്ത് നേരം വരുമ്പോൾ ആൾക്കാർ എന്താ അത്ര നേരമായി എന്ന് ചോദിക്കുള്ളൂ. അതിന് അത്ര അധികം വിഷമം പറയില്ല. ഈ പത്രം നേരമായി കഴിഞ്ഞാൽ അന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അപ്പം ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. നേരമായി വന്നാലും രണ്ടാമത് പോയിട്ട് കൊടുക്കണം. അപ്പം അതിന് ആൾക്കാർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അതൊക്കെ നമ്മൾ ഇത്രയും നാളും എന്നാലും ഈ പത്ര ലോകത്തിൽ നിലനിന്ന് പോകുന്നു എന്ന് മാത്രം. My father, who was also a journalist, actually write a report in the evening and make a call from Trivandrum to Calicut. And that would be called a press call. And he reads out the entire report for the front pages of, I think at that time, Deshabhimani. The room, the study from where he used to work was adjoining a lane with lots of big windows. And then you will see that areas, youngsters and middle-aged people will be crowding around those windows, listening to the report which my father is reading out. So they would get to know tomorrow's news the evening before. They got a kick out of it, they would go out and discuss the news, and tomorrow morning they'll be re-endorsed. All those things have now moved over to a point where news, as everybody knows, is instant. But that's only part of the game which has changed. I think the real part is actually the news disseminator has also changed. And all these things are very complicated consequences, because earlier the reporter had to be credible, right? Today that is not so much required, because everybody is a newscaster, everybody is the source of news. While the newspaper industry is dwindling worldwide, the phenomenon is yet to hit Kerala, though print has gradually started losing young readers. 60 വയസ്സ് വരെ ഞാൻ ഇടുന്ന പത്രങ്ങളാരും പൊതുവെ ഓരോ വീടുകളിലേലും കാരണന്മാരും എല്ലാ മക്കളും പത്രം വായിച്ചിരുന്നു. 60 വയസ്സിന് ശേഷം പല കാരണന്മാരുള്ള വീടുകളിൽ പത്രം നിർബന്ധമാണ് ഇപ്പോഴും. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ പത്രം ആരും വായിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു മൊബൈലിൽ നോക്കുക. അപൂർവം ടി വി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഏത് നേരത്തൊന്നും കിട്ടുന്നില്ല. മൊബൈൽ എന്ന് പറഞ്ഞാൽ അത് ഏത് നേരം അവരവരുടെ കയ്യിലുള്ള സാധനമാണ്. അത് അവരവർക്ക് ഞെക്കുക, അപ്പോൾ വല്ല വാർത്ത ഉണ്ടെങ്കിൽ കിട്ടും. പത്രം നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരുടെ കഥ അത്ര മോശമാവില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു പത്രത്തിൻ്റെയും സർക്കുലേഷൻ താഴെ പോയിട്ടില്ല. അവർക്ക് ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം കാരണം ഇപ്പോൾ അവർക്ക് ഒന്നല്ലെങ്കിൽ വേറെ വായനക്കാരുണ്ട് എന്നുള്ളതാവാം.
even as a more affluent and younger population leans towards the internet. The government here has moved to preserve media literacy. Newspapers will be provided free of cost to students and reading in schools made mandatory. ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇറങ്ങുന്ന പത്രങ്ങളിലൊക്കെ ഇപ്പോൾ ഇറങ്ങണതിൻ്റെ പകുതി കോപ്പി ഇറങ്ങാൻ സാധ്യത ഞാൻ കാണുന്നില്ല. എന്നുവെച്ചാൽ അത്രയധികം ചെറുപ്പക്കാരുള്ള വീടുകളിൽ ആരും പത്രം മേടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരാളും പത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. And the newsprint, the newsprint costs have gone up, salaries of journalists have gone up. And because of the new means of accessing and disseminating news, the actual physical printed newspaper is not of much, what do you call it? It is not an essential body from which you can access news. That is not the way it is anymore. And therefore, the news boy, who used to be the vital link, is almost now an extinct species. മൂത്ത മകനെ പഠിപ്പിച്ചു, അവനെ വർക്ക്ഷോപ്പിൽ അതിനാണ് പഠിപ്പിച്ചത്. അവൻ ആ വർക്ക്ഷോപ്പിൽ അതിനെ പഠിച്ച് അവനത് സ്വന്തമായിട്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് തുടങ്ങി. അത് തുടങ്ങിയതിന് ശേഷം ആ വർക്ക്ഷോപ്പിൽ നിന്ന് അവൻ പണിയില്ലാണ്ടായപ്പോൾ ഇപ്പോൾ അവൻ നടത്തുന്നത് ഈ ചെണ്ട, മൃദംഗം, തബല എന്നുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന പണിയാണ്. ഇനി എൻ്റെ ആഗ്രഹമുണ്ട്, അവൻ്റെ ആഗ്രഹമുണ്ട്, അവൻ്റെ മകൻ ഈ പത്രപ്പണിയിലേക്ക് വരാൻ പാടില്ല. ഈ പത്രപ്പണി എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ, ഞാനിത് 59 കൊല്ലം കൊണ്ടു നടന്നെങ്കിലും ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജോലിയാണ്. ഇതിനൊരു യൂണിയനോ വേറെ ഒരു സംഘടനയോ വേറെ ഒരു വക ഇതുമില്ല. കമ്പനിക്കാർ പറയുന്ന അതേ പണ്ട് ഞാൻ ചെന്നിരുന്ന അതേ സമയത്തുള്ള അതേ കമ്മീഷൻ തന്നെയാണ് തരുന്നത്. അത് വില കൂടിയപ്പോൾ അതനുസരിച്ച് കമ്മീഷൻ കൂടിയെന്ന് വെച്ച് വേറെ ഒരു ആനുകൂല്യങ്ങളും ഈ പത്ര കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇനി ഞാൻ അവന് ജീവിച്ചു വരുന്നത് വെച്ചാൽ അവൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവൻ്റെ മകനെ 14 വയസ്സായിട്ടുള്ളൂ. അവൻ വലുതായി പഠിക്കാണ്ട് ഒരു രക്ഷയില്ല. ഇപ്പോൾ പഠിച്ച് ജയിച്ചു വന്നിട്ട് അവന് തൊഴിൽ കിട്ടിയിട്ട് വേണം ആ മോൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അവൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ തൊഴിൽ വേണ്ടാന്ന് വെക്കില്ല. Newspapers interest everyone here. Voices are raised and arguments follow till the men laugh, share a cigarette butt and disperse. And despite all the technological strides, the man who hurls news at your door is not going away in a hurry. One of the interesting things about news is that what the newsboy delivers at your door is not the news I might have seen on my table. So between the proprietor, the editor, the news desk, and then to the press, and from which place the great newsboy collects the papers and hurls them at your door. There's a lot of difference in the both quality and the quantity of the news.